ഇറാന്റെ ഖത്തർ ആക്രമണത്തെ തുടർന്ന് വ്യോമപാത പ്രതിസന്ധിയിലാണ്. വ്യോമപാത ഏതാണ്ട് അടച്ച മട്ടായിരുന്നു. കൊച്ചിയിൽ നിന്നുള്ള 17 വിമാനങ്ങളുടെ സർവീസ് റദ്ദാക്കി എന്ന് അധികൃതർ അറിയിച്ചു. യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെടാൻ സിയാൽ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട 8 വിമാനങ്ങളും റദ്ദാക്കി. കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ബിനിൽ, തിരുവനന്തപുരത്ത് നിന്ന് രാഹുൽ ജി നാഥ്, ഒപ്പം തന്നെ കോഴിക്കോട് നിന്ന് ഇംതിയാസ് കരീം എന്നിവരും വിവരങ്ങളുമായിട്ടുണ്ട്. നമുക്ക് ആദ്യം രാഹുൽ ജി നാഥിലേക്ക് പോകാം. രാഹുൽ, ഇപ്പോൾ മിനിയാന്ന് മുതൽ തന്നെ ഈ ഒരൊറ്റ സംഘർഷാവസ്ഥയുടെ പേരിൽ റദ്ദാക്കിയ വിമാനങ്ങൾ അനവധിയാണ്. ഇപ്പോൾ പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ, റദ്ദാക്കിയ വിമാനങ്ങളുടെ പട്ടിക തുടങ്ങിയ കാര്യങ്ങൾ. എന്തായാലും ഇന്ന് രാവിലെയാണ് അറിയിപ്പുണ്ടാകുന്നത്. 8 വിമാനങ്ങൾ ഇത്തരത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പോകേണ്ട 8 വിമാനങ്ങൾ റദ്ദാക്കിയെന്ന അറിയിപ്പാണ് വന്നത്. അത് എയർ ഇന്ത്യയുടെ 5 വിമാനങ്ങൾ, ഖത്തർ എയർവേസിൻ്റെ വിമാനം, ഇൻഡിഗോ, കുവൈറ്റ് എയർവേസ് എന്നിവയുടെ ഓരോ വിമാനവും റദ്ദാക്കിയെന്ന അറിയിപ്പാണ് യാത്രക്കാർക്ക് ലഭിക്കുന്നത്. ഇതിൽ എന്തായാലും ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ കാര്യം, രണ്ട് വിമാനങ്ങൾ, അത് കുവൈറ്റിലേക്കുള്ള ജസീറ എയർവേസും ബഹ്റിനിലേക്കുള്ള ഗൾഫ് എയർവേസിൻ്റെയും വിമാനങ്ങൾ ഇപ്പോൾ സമയക്രമം മാറ്റിയിരിക്കുകയാണ്. പുതിയ സമയക്രമം തിരുവനന്തപുരം വിമാനത്താവളം അറിയിച്ചിരിക്കുകയാണ്. അതായത് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും പോകേണ്ടുന്ന വിമാനങ്ങളാണ് ഇത്തരത്തിൽ റദ്ദാക്കിയിരുന്നത്. അതിൽ 2 വിമാനങ്ങൾ ഇന്ന് 11:45 കുവൈറ്റിലേക്ക് ജസീറ എയർവേസിന് വിമാനം പുറപ്പെടുമെന്ന് അറിയിക്കുന്നു. ഒപ്പം ബഹ്റിനിലേക്ക് ഗൾഫ് എയർവേസിൻ്റെ വിമാനം 1:30 പോകുമെന്ന് അറിയിക്കുന്നുണ്ട്. അതായത് ഈ ഘട്ടത്തിൽ, അതായത് ഈ പറയുന്ന പട്ടിക പരിശോധിച്ച് എല്ലാ ആളുകളെയും വിളിച്ച് ഇത്തരത്തിലൊരു പ്രതിസന്ധിയുണ്ട്, സാങ്കേതികമായ പ്രശ്നമുണ്ട്, പോകാൻ എന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്. അപ്പോഴും കേരളത്തിന് പുറത്തുള്ള കുറച്ച് യാത്രക്കാർ വരികയും അവർ ചെക്ക് ഇൻ ചെയ്ത ശേഷം മാത്രമാണ് അറിയുകയും അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായി. എന്തായാലും ആ ഘട്ടത്തിൽ തന്നെ വിമാന കമ്പനികൾ പറഞ്ഞത് ചർച്ചകൾ നടക്കുകയാണ്. എന്തായാലും സമയക്രമം മാറ്റിക്കൊണ്ട് അതിന് പുതിയ സമയം അറിയിക്കാൻ കഴിയും, അത് അധികം വൈകില്ല എന്ന് അറിയിച്ചു. എന്തായാലും 2 വിമാനങ്ങളുടെ അറിയിപ്പ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 8-ൽ 2 വിമാനം പുറപ്പെടുന്ന സമയം ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരം വിമാനത്താവളത്തിന് അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. രാവിലെയും രാത്രിയും വിളിച്ച് അറിയിച്ചവർ വിമാനത്താവളത്തിലേക്ക് എത്തിയില്ല. എങ്കിലും കേരളത്തിന് പുറത്ത് ഉള്ള കുറച്ചുപേർ ഇത്തരത്തിൽ ഈ വാർത്ത അറിയാതെ, വിവരം അറിയാതെ വിമാനത്താവളത്തിലേക്ക് എത്തിയിരുന്ന അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ചർച്ചകൾ നടക്കുകയാണ് എന്ന് പറഞ്ഞു. എന്തായാലും അതിൻ്റെ ആദ്യ ഫലം 2 വിമാനങ്ങൾ റീഷെഡ്യൂൾ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ബാക്കി വിമാനങ്ങൾ കൂടി സമയക്രമം മാറ്റി യാത്രക്കാരെ അറിയിക്കുമെന്നാണ് തിരുവനന്തപുരം വിമാനത്താവളം അറിയിക്കുന്നത്.